മൂവാറ്റുപുഴ നഗരത്തിലെ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായ പുഴയോര നടപ്പാതയിലെ വഴിവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഒടുവിൽ നഗരസഭ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വിളക്കുകാലുകളുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. നഗരത്തിലെ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായ പുഴയോര നടപ്പാതയിലെ വഴിവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഒടുവിൽ നഗരസഭ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി നിലവിലുള്ള വിളക്കുകാലുകളുടെ ഉയരം വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയായി. ഏറെ നാളുകളായി വിളക്കുകൾ തെളിയാതിരുന്നതിനെ തുടർന്ന് ഈ പ്രദേശം ഇരുട്ടിലായിരുന്നു. സന്ധ്യയോടെ സാമൂഹിക വിരുദ്ധരുടെ താവളമായി ഇവിടം മാറാൻ കാരണമാകുന്നുവെന്ന പരാതികൾ വ്യാപകമായതോടെയാണ് നഗരസഭയുടെ അടിയന്തര ഇടപെടൽ. വിളക്കുകൾ തെളിയിക്കാനുള്ള ഊർജിതമായ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ വിളക്കുകൾ വെള്ളം കയറിയും ഷോർട്ട് സർക്യൂട്ട് മൂലവും നശിച്ചു പോകുന്നതൊഴിവാക്കാനാണ് ഉയരം കൂട്ടി വിളക്കുകാലുകൾ സ്ഥാപിക്കുന്നത്. മുകളിലൂടെയായിരിക്കും ഇതിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകുക. ഇതിനായി പ്രത്യേക വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കുമെന്ന് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിനു മടയ്ക്കൽ പറഞ്ഞു. നടപ്പാതയിൽ വെളിച്ചമെത്തുന്നത് ഇവിടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്രഭാത സായാഹ്ന സവാരിക്ക് എത്തുന്നവർക്ക് വലിയ ആശ്വാസമാകും. കൂടാതെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന കുടുംബങ്ങൾക്കും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന സന്ദർശകർക്കും സുരക്ഷിതമായി സമയം ചെലവഴിക്കാനും ഇത് വഴിയൊരുക്കും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ശക്തമായ കാറ്റിലും മഴയിലും മരം മറിഞ്ഞു വീണ നടപ്പാതയുടെ കൈവരികൾ തകർന്നിരുന്നു. പുഴയോരത്തെ ഈ തകർന്ന കൈവരികൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കും വൈകാതെ തന്നെ തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. നടപ്പാതയിൽ പൊട്ടിയും ഇളകിയും നശിച്ച ടൈലുകളും മാറ്റും.